നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രോഗമെന്ന് കേട്ടിട്ടുണ്ടോ? കാണിച്ചു തരാട്ടോ. അതിഗംഭീരമാണത്. അത് കണ്ടില്ലെങ്കിൽ വളരെ മോശമാണ്. 4-ാം തീയതിക്ക് ശേഷം ഒരു വലിയ പന്തൽ സംസ്ഥാനത്തിടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിരുന്നു. എന്റെ നാട്ടിലൊക്കെ പണ്ട് പന്തലിടുന്നത് 2 കാര്യങ്ങൾക്കാണ്: വിവാഹത്തിനും അടിയന്തരത്തിനും. അതെന്തിനാണെന്ന് നമുക്ക് 4-ാം തീയതി അറിയാം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ആ ഇടാൻ പോകുന്ന പന്തലിൽ നിന്ന് എങ്ങനെയുണ്ട്? വാർത്ത അവതാരകൻ വേണു, സമ്മതിച്ചു പോയി ചേട്ടാ. താങ്കൾക്ക് എന്തൊരു ദുരന്തമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, കമ്മ്യൂണിസ്റ്റ് അസുഖം, വിരുദ്ധാസുഖം പിടിച്ചിട്ട് പിണറായി വിരുദ്ധത തലയിൽ കയറിയിട്ട് 2 കാര്യത്തിന് മാത്രമല്ല ഇവന്റെയൊക്കെ നാട്ടിൽ പന്തലിടുന്നുള്ളൂ. ഒന്ന് കല്യാണത്തിനും ഒന്ന് മരിപ്പിനും. ഇതിപ്പോ ഏതിനാണ് ഇട്ടത് എന്നാണ് ഒരു ചോദ്യം. എങ്ങനെയുണ്ട്? പിണറായി വിജയന്റെ മരിപ്പിനാണോ ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ ഇത് ഇടാൻ പോകുന്നത് എന്നുള്ളതാണ് ലെവന്റെ ഒരു സംശയം. അത്രയ്ക്ക് ഭീകരമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇവരൊക്കെ തലക്കി പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ തലക്കി പിടിച്ച കുറെ ആളുകൾ ഇപ്പൊ മാധ്യമങ്ങളിലുണ്ട് കേട്ടോ. അതേപോലെ തലക്കി പിടിച്ച വേറൊരാളാണ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത്. ആ സ്മൃതി പരുത്തിക്കാടിനെ ഈ അടുത്ത കാലത്ത് സ്മൃതി പരുത്തിക്കാടിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ബി അശോക് എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ പഞ്ഞിക്കിടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ചോദ്യത്തിന് ഉത്തരമായിട്ടാണെങ്കിലും മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശനാണ് വരേണ്ടതെന്ന പതിവ് വിട്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൽ എതിർചേരിയിലെ അമർഷം ഒറ്റയ്ക്കും തെറ്റയ്ക്കും പുറത്തു വരുമ്പോൾ ലീഗിനെന്താ ഇതിൽ കാര്യമെന്ന ചോദ്യവുമായി മാളത്തിൽ നിന്നും വെള്ളാപ്പള്ളിയും പുറത്തു വന്നിട്ടുണ്ട്. UDF വന്നാൽ ലീഗ് ഭരിക്കുമെന്നും മാറാടുകൾ എത്രയുണ്ടാകുമെന്നുമുള്ള വർഗീയ പ്രതികരണത്തോട് മറുപടി പറയാൻ ഇന്നിപ്പോൾ ലീഗ് മാത്രമാണ് രംഗത്തുള്ളത്. ഭരണമാറ്റം ഉറപ്പിച്ച് സർക്കാരിനെതിരെ കടുപ്പിച്ച് IAS രംഗത്തുനിന്നും ശബ്ദമുയരുകയാണ്. 2ാം പിണറായി സർക്കാരിൽ ഭരിച്ചത് കിഫ്ബി CEO ആണെന്ന ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത് ഡോക്ടർ ബി അശോക് IAS ആണ്. പോകുന്ന പോക്കിൽ വെടിവെച്ചു പോകുന്ന പ്രതികാര നടപടി അധികാരം നഷ്ടപ്പെട്ടവരുടെ നടപടിയാണെന്നാണ് തുറന്നടിക്കൽ. കഴിഞ്ഞ തവണ നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തൂക്കുസഭ എന്ന പ്രവചനവുമായി ഇന്ന് രംഗത്ത് വന്നത് അല്പം മുൻപാണ്. യഥാർത്ഥ വിധി അറിയാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ മാറ്റം ഉറപ്പിച്ചോ പൊട്ടിത്തെറി എന്നതാണ് ചോദ്യം. അതിഗംഭീര ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീര ഇൻട്രോ അല്ലേ? നമ്മുടെ എന്താണ് പിണറായി വിജയനൊക്കെ തകർത്ത് LDFനൊക്കെ തകർത്ത് പണ്ടാറടക്കുന്ന ഒരു ഇൻട്രോയാണ് സ്മൃതി പരുത്തിക്കാട് നടത്തിയിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഏതൊരു IAS കാരനെ നെഞ്ചത്തേക്ക് കൂടി ഇട്ടു. ആ IAS കാരനെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ UDF തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. എന്തായാലും സ്മൃതി പരുത്തിക്കാട് ഇനി അങ്ങോട്ട് ഒരു ചോദ്യം പോലും കൃത്യമായി ചോദിക്കാൻ പറ്റാതെ ഒരാളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉണ്ട ഒഴുങ്ങിയതുപോലെ ഇരിക്കുന്നൊരു ഇരുത്തമുണ്ട്. സങ്കടം തോന്നിപ്പോകും. കേൾക്കണം. താങ്കൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അല്ലെങ്കിൽ വെളിപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അന്യായമായ സസ്പെൻഷൻ ഓർഡർ എന്തിനാണ് ഇപ്പോൾ ലഭിച്ചതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ശ്രീ ബി അശോക്, സാധാരണഗതിയിൽ IAS നേരം പോലുള്ള ചോദ്യം എന്തായാലും സ്മൃതി പരുത്തിക്കാട് ചോദിക്കില്ല. അപ്പോ ഇവിടെ ചോദ്യം ഈ അശോക് എന്ന് പറയുന്ന മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ബാക്കിങ്ങൾ നേരിട്ട് കാണുന്നേ. ഈ കാരണം കാണിക്കൽ നോട്ടീസ് തരുമ്പോൾ നിങ്ങൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുകയാണ് ചെയ്യുക. സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരണം നൽകുക, അങ്ങ് നേരിട്ട് നൽകുകയാണ് ചെയ്യുക. പക്ഷേ പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ലേഖനത്തിലൂടെ ഒക്കെ പ്രതികരിക്കാൻ അങ്ങ് തയ്യാറായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും മുൻപിലെടുക്കാൻ കേൾക്കുന്നില്ലേ ശ്രീ ബി അശോക്? ഞാൻ ചോദിച്ചത് സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഇവിടെ സ്മൃതി പരുത്തിക്കാട് ആലോചിച്ചത്. അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെയോ 2 വാക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
കാണു മക്കളെ. അല്ല ഇതിപ്പോൾ അല്ല ഒരു സെക്കൻഡ് ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട, അതിന് സാധിക്കില്ല. കാണാൻ കേട്ടോ. പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താണ് ചോദിച്ചോളൂ. എനിക്ക് ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എന്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോഴത് മറികടക്കണം ഉദ്ദേശിക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് ടിക്കറായി പോയി നമ്മുടെ സ്മൃതി പരുത്തിക്കാട്. ചട്ടം പഠിപ്പിക്കണ്ട, നിങ്ങളെപ്പോലെ ഒരു വിലയില്ലാത്ത മാതൃപതിരൂന്ന് എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന രീതിയിൽ തന്നെയാണ് അശോകുമാർ പറയുന്നത്. മറ്റതൊന്നും ഞാൻ കണ്ടു പേടിച്ചിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ ഈ പൂട എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വർത്തമാനത്തിലാണ് ബി അശോകുമാർ പ്രസന്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അത് ഹേർട്ടാവും, കേട്ടിരിക്കുന്ന നമുക്കത് ഹേർട്ടാവുന്നുണ്ട്. പിന്നെ സ്മൃതിക്ക് ഹേർട്ടാവാതിരിക്കില്ലല്ലോ. എനിക്കറിയില്ല അങ്ങൊരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്ക് ഒരു താല്പര്യം. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ഭയങ്കര ഇഷ്ടമായി. മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. അതായത് എന്നിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ അത് ചോദിക്കുക. അനാവശ്യമായിട്ടുള്ള കണാകണ ചോദ്യമൊന്നും എന്നോട് വേണ്ട എന്ന്. എന്തൊരു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിട്ടലച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോയിട്ട് ഒരു പിണറായി വിരുദ്ധനാക്കി, എന്നെ കൊണ്ടുപോയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കി, ഈ ഗവൺമെന്റ് വിരുദ്ധനാക്കി നിങ്ങൾ എന്നെ പ്രതിഷ്ഠിക്കണ്ട എന്നർത്ഥം. ലംഘിച്ചെങ്കിൽ താങ്കൾ തല വെട്ടിക്കളയോ? ഒന്നുമില്ല. അതിന് നടപടിക്രമമുണ്ട്. അത് ഞാൻ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യം ഞാൻ You are wasting your own time. You are wasting your own time. What is the material question? You come to that. അടിപൊളി അല്ലേ? അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. പിരിവെട്ടി എന്നതിനൊക്കെ പറയാ. കം ടു ദ ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കൂ. വെറുതെ വളഞ്ഞിരിഞ്ഞിട്ട് മൂക്ക് പിടിക്കില്ലേ, ഡോണ്ട് ബീറ്റ് ദ ബുഷ് എന്നൊക്കെ പറയും. ഇതേപോലെ അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. പറഞ്ഞോളൂ. ഞാൻ അങ്ങക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം? അങ്ങക്ക് എന്തൊക്കെയോ എങ്ങനെയുണ്ട്? എന്താണ് ചോദ്യം ചോദിച്ചപ്പോ ചോദ്യമില്ല. സത്യം പറഞ്ഞ ചോദ്യമില്ല. വളഞ്ഞു തിരിഞ്ഞ് എങ്ങനെയൊക്കെ ഇയാളെ പ്രകോപിപ്പിച്ചിട്ട് എന്താണ് ഈ ഒരു സർക്കാർ വിരുദ്ധ വർത്തമാനം എന്തിലൊക്കെ പറയിപ്പിക്കണം. നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കാൻ പറയുമ്പോൾ നിശബ്ദമായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കാരന്റെ അനുഭവത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഒരു ചോദ്യം. ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഇതാ പിന്നെ ഇവരൊക്കെ ഒരു ശ്രമം. നിങ്ങൾ കുറച്ചവിടെ കുത്തിരിക്കുക, ഞാൻ അടുത്തതായിട്ട് വരാം. നിങ്ങളൊരു 5 മിനിറ്റ് കുത്തിരിക്കുക, നിങ്ങൾ അതൊക്കെ കേട്ടിരിക്കുക. ഞാൻ മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നോട് 2 ചോദ്യം പിന്നെ അവസാനം ഒന്ന് ചോദിച്ചാൽ സുഖമല്ല ഇതൊക്കെ. പക്ഷേ ഇയാൾ വിടുന്ന ഒരു വറ്റൂല. ജി ഗോപകുമാർ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ട് ഒന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ അവരെ ഒഴിവാക്കാം. എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ദയവായിട്ട് മനസ്സിലാക്കി. എനിക്കൊരു ചോദ്യവും നിങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചോദ്യം? ഡോക്ടർ ബി അശോക്, ഞാൻ അങ്ങയോട് ആദ്യം തന്നെ ചോദിച്ചു, ഏറ്റവും ഒടുവിലത്തെ ഒരു തീരുമാനമായിട്ടാണ് ശക്തമായ പ്രതികരണവുമായി പുറത്തു വരാൻ. എങ്ങനെയുണ്ട്? ഒരു ചോദ്യം പോലും കൃത്യമായി ചോദിക്കാൻ കഴിയാത്ത ആളുകളെന്നർത്ഥം. തൊട്ടു മുമ്പിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ വിളിച്ചിരുത്തിയിട്ട് അയാളോട് കളിക്കാൻ കുത്തിരിക്കുക. ഈ 4 മുഴം എന്താ പറയുക വാക്കുമായിട്ട് കയറി കുത്തിരിക്കുന്ന ഒരാളെന്നുള്ള ഈ IAS ഉദ്യോഗസ്ഥർ അസലായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് നല്ല നോളജ് ഉണ്ടാക്കി തന്നെ വരുന്ന ആൾക്കാരാ. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, സ്പഷ്ടമായിരിക്കണം. കാരണം അവർക്ക് അങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞിട്ട് ശീലമുള്ളൂ. അല്ലാതെ മാധ്യമപ്രവർത്തകരെ പോലെ ഇൻഫർടൈൻമെന്റ് വേണ്ടിയിട്ട് ആളുകളെ ഇങ്ങനെ കൊടുന്നിരുത്തി വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിപ്പിച്ച് തല്ലുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ കത്തി കൊടുത്ത് ഈ പരിപാടിക്കൊന്നും അദ്ദേഹത്തിന് സമയമില്ല. നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം.
അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. അല്ലാതെ നിങ്ങളെ കുറെ അറിവുകൾ എൻ്റെ തലയ്ക്ക് കെട്ടിവെച്ചിട്ട് ഞാനതല്ലേ, ഞാൻ ഇതല്ലേ എന്നുള്ള ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ മാധ്യമ പ്രവർത്തകർ തേഞ്ഞു പോകുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത്.